നമസ്കാരം. കൊല്ലത്ത് ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ പാചകപ്പുരയിൽ ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെ എത്തി. നല്ല കാര്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ അതൊരു വലിയ വിഷയം, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായമെന്ന് ചിലർക്ക് സംശയമുണ്ടായിരിക്കാം. അവിടെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇതിന് കാരണം. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ സാമൂഹ്യ അന്തരീക്ഷത്തെയും മലീമസപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ചില ചെളിവാരിയേറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതൊന്നും നമുക്കിനി ഉൾക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ശരിക്കും ഒരു പെർഫെക്റ്റ്ലി ഒരു വെജിറ്റേറിയൻ ബ്രാൻഡ് തന്നെയായിരുന്നു പറയണമെന്നുള്ളത്. ഇനിയിപ്പോൾ ഭക്ഷണ രീതികളും ഭക്ഷണശീലങ്ങളും മാറി വരുന്ന അടുക്കളകളിൽ പഴയടത്തിൻ്റെ സാന്നിധ്യത്തിന് അത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് ബോധ്യമായതുകൊണ്ടും കൂടിയാണ് കലോത്സവ വേദിയുടെ ഊട്ടുവരകളിൽ നിന്നും മാറി നിൽക്കുന്നത്. നോൺ വെജ് ഉൾക്കൊള്ളിക്കുന്നത് കൂടിയാണ് ഇതിനൊരു കാരണം എന്നാണ്. നോൺ വെജ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്ന് ഞാൻ പറയുന്നില്ല. നോൺ വെജ് ഉൾക്കൊള്ളിക്കുന്നില്ലെങ്കിലും ഇനി മുതൽ താല്പര്യമില്ലായിരുന്നു. കാരണം കലോത്സവങ്ങൾ എന്ന് പറയുന്ന കൗമാര സ്വപ്നങ്ങളുടെ അവരുടെ എല്ലാം ആടിത്തിമിർത്ത് സന്തോഷത്തോടു കൂടി വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു ഭക്ഷണശാലയിൽ ഇത്തരം വിഷവിത്തുകൾ വാരി എറിഞ്ഞ് കൊടുത്തിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇനി എൻ്റെ ആവശ്യമില്ല. ഞാൻ ഉണ്ടെങ്കിലല്ലേ ഭക്ഷണമുള്ളൂ, ഇല്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. മാറി നിൽക്കുന്ന പ്രധാന കാരണങ്ങളൊന്ന് അതൊരു ഭയം എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരടുക്കള നിയന്ത്രിക്കുന്നതിൽ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടാകും മുൻപോട്ട് പോകാൻ. കാരണം സാഹചര്യങ്ങൾ അതാണ്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം കാണേണ്ടതുണ്ട്. അത്തരം ഭയത്തിനെ അതിജീവിച്ചുകൊണ്ട് ഒരടുക്കള കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടും കൂടിയാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇവയിലെല്ലാം കൂടി ആവറേജ് കണക്കെടുത്താൽ 2 കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ. കഴിഞ്ഞ തവണ കോഴിക്കോട് നടന്ന കലോത്സവവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾക്ക് ശേഷം അദ്ദേഹം ഔദ്യോഗികമായി മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ച വാക്കുകളാണ്. അതിനുശേഷമാണ് ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ അദ്ദേഹം എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതായത് ഇനി കലോത്സവ വേദിയിലേക്ക് താനില്ല, കലോത്സവ പാചകപ്പുരകളിൽ നോൺ വെജ് ആഹാരം കൂടി വിളമ്പണമെന്ന ആവശ്യം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ചില വിവാദങ്ങൾ, ബ്രാഹ്മണിക്കൽ ഹെജിമണിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില സംവാദങ്ങൾ, ചില വിമർശനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തെ കൊണ്ട് നടത്തിച്ചത്. അതേ വ്യക്തി വീണ്ടും 1 വർഷം പിന്നിടുമ്പോൾ കൊല്ലത്തെത്തിയ ആ കലോത്സവത്തിന്റെ പാചകപ്പുരയിൽ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും പ്രതികരിച്ചു. സന്തോഷം, വീണ്ടും വന്നു. അന്ന് നിർത്തി പോകാന്നും ഇനി ഇല്ല എന്നൊക്കെയാ പറഞ്ഞിരുന്നത്. വിവാദങ്ങളൊക്കെ അങ്ങനെ നിൽക്കും. കുറച്ചൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഈ കലോത്സവത്തിന് വന്ന് പാചകം നടത്തുന്നതിലൊരു വൈകാരികമായ ഒരു ബന്ധം കൂടി ഉണ്ട് അതിനോട്, അതോടാണോ വരുന്നത്? അല്ല, അത് ഭക്ഷണ കമ്മിറ്റിയിലെ ആൾക്കാർ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ വരാറ്. എനിക്കിപ്പോൾ എത്ര വൈകാരിക ബന്ധമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞില്ല എനിക്ക് വരാൻ പറ്റില്ലല്ലോ. പിന്നെ മാത്രമല്ല, വിവാദങ്ങളായിട്ട് ബന്ധപ്പെട്ട 2 ഇഷ്യൂസായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിന്നിരുന്നതെന്ന്. ആ 2 ഇഷ്യൂസും ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് സോൾവ് ചെയ്യപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഞാനൊരു വാശിക്ക് പുറത്ത് മാറിയേക്കേണ്ട കാര്യമില്ലല്ലോ. ഈ 2 പ്രതികരണത്തിനിടയിൽ ഒരു ചെറിയ അവലോകനത്തിന്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ അതിവൈകാരികമായി അദ്ദേഹം നടത്തിയ ഈ പ്രഖ്യാപനം വലിയ കോലാഹലങ്ങൾക്കാണ് ഈ നാട്ടിൽ സാഹചര്യം ഒരുക്കിയത്, അല്ലെങ്കിൽ അവസരം ഒരുക്കിയത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ വിമർശനം എന്ന് പറഞ്ഞാൽ, ഈ കലോത്സവ വേദിയിൽ നോൺ വെജ് ആഹാരം വിളമ്പണം, കഴിക്കാൻ താല്പര്യമുള്ളവർ കഴിക്കട്ടെ, അല്ലാത്തവർക്ക് വേണ്ട എന്ന തരത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ നമ്പൂതിരി ഫാൻസ് അസോസിയേഷൻ ആയിട്ടുള്ള സംഘികളെല്ലാം കൂടി അദ്ദേഹത്തെ അപമാനിച്ചു എന്ന തരത്തിലാണ് എടുത്ത് പുറത്തു ചാടിയത്. അതായത് പഴയുടെ മോഹനൻ നമ്പൂതിരി ഇല്ലെങ്കിൽ കലോത്സവത്തിന്റെ വേദികൾ അപ്പാടെ താളം തെറ്റുമെന്നായിരുന്നു ഇവരുടെ പ്രചരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിൻവാങ്ങൽ പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിന് ശേഷമാണ് ഈ അക്കാഡമിക് ഇയറിൽ ആദ്യമായി ശാസ്ത്രോത്സവം നടന്നത്. അത് കൊച്ചിയിലാണ് വേദിയെന്ന് ഓർക്കുകയാണ്, കൃത്യമായി ഓർക്കുന്നില്ല, മറന്നുപോയി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പിൻവാങ്ങി നിന്നു. പാചകപ്പുരയിലേക്ക് പുതിയ ടെൻഡറിലൂടെ അടുത്ത ആൾ വന്നു. കുറ്റമറ്റ രീതിയിൽ പാചകപ്പുര സജീവമായി. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സ്കൂൾ കായികോത്സവം വരുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേള കടന്നു വന്നത്. അവിടെയും പഴയിടം മോഹനൻ നമ്പൂതിരി വിട്ടുനിന്നു. ഒരു പ്രളയവും ഉണ്ടായില്ല. അവിടെ പുതിയ പാചകക്കാരനെത്തി കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു. യാതൊരു തരത്തിലുള്ള കുറ്റവും ഉയർന്നിട്ടില്ല. അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ അവസരമൊരുങ്ങുന്നത്, താൻ മാറി നിന്നാൽ തനിക്ക് മാത്രമേ നഷ്ടപ്പെടാൻ ഉണ്ടാവൂ എന്നുള്ള തിരിച്ചറിവ്. കാര്യം പഴയിടം മോഹനൻ നമ്പൂതിരി അല്ല, ഈ കലോത്സവ വേദിയിൽ മറ്റ് ഏത് പാചകക്കാരൻ വന്നാലും അവർക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട്. അതായത് 10 പൈസ ചെലവില്ലാതെ കിട്ടുന്ന വലിയൊരു ബ്രാൻഡിങ് കിട്ടും. എങ്ങനെ? മാധ്യമങ്ങളിലൂടെ ഈ പാല് കാച്ചൽ അല്ലെങ്കിൽ ഈ പാചകപ്പുര സംബന്ധിച്ച് അവർക്ക് വാർത്ത ഫില്ല് ചെയ്യാൻ വേണ്ടി എല്ലാ തവണയും ഉപയോഗിക്കുന്ന പേരാണ് ഈ പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന പേരൊക്കെ ബ്രാൻഡാക്കി മാറ്റുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഗുണങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. കാര്യം അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു പേര്, ആ പേരിന് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വാല്യൂ ഉണ്ടാകും. അദ്ദേഹം ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക.
രണ്ട് മേളകളിൽ നിന്ന് അദ്ദേഹം മാറി നിന്നപ്പോൾ ഭംഗിയായി നടന്നു. പഴയിടം എന്ന പേര് സ്വാഭാവികമായിട്ടും മറവിയിലേക്ക് പോകും. ഇത്തവണ കൂടി അദ്ദേഹം വന്നില്ലെങ്കിൽ ഈ കലോത്സവ വേദിയിൽ പുതിയ ആൾ വരുമായിരുന്നു. അവർ കഴിഞ്ഞ രണ്ട് മേളകൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, ചില പാകപ്പിഴകളൊക്കെ ഉണ്ടാകാം. കാര്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും, ഒരു തർക്കമില്ല. പക്ഷേ പഴയിടത്തിന് ശേഷം വേറെ ആരുമില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട്. പഴയിടത്തിന് ശേഷം പുതിയ ഇടങ്ങൾ വരണം. അങ്ങനെ പുതിയ ഇടങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം തന്റെ ആ പിടിവാശികളെല്ലാം പിൻവലിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും മടങ്ങി വരാൻ തയ്യാറാകുകയും ചെയ്തു. നല്ലത് തന്നെയാണ്, അതിനെയൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ വിമർശനങ്ങൾ ഉൾക്കൊള്ളില്ല. വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ വർഗീയതയാണ്, ഭക്ഷണത്തിൽ വർഗീയത കലർത്തുന്നു എന്നൊക്കെ വൈകാരികമായി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ കേട്ട് ഈ നാട്ടിൽ തെറ്റിദ്ധരിക്കപ്പെട്ട നിരവധി പേരുണ്ട്. അങ്ങനെ ആരും വർഗീയത കലർത്തിയിട്ടില്ല. കാര്യം ഒരു ആവശ്യം മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ പൊതുവായ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതാണ് മര്യാദ എന്ന് പറയുന്നത്. അതല്ലേ വേണ്ടത്. കാര്യം ഈ നോൺ വെജ് ആഹാരമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഭക്ഷണത്തിൽ വരെ വർഗീയത കലർത്തുന്നു എന്നുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം തിരിച്ചു വന്ന് ഇപ്പോൾ ആ കൊല്ലത്തെ പാചകപ്പുര കൂടുതൽ സമ്പുഷ്ടമാക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം കുറെ അധികം ഫാൻസുകാരുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കിയ കലോത്സവ വേദിയിലായിക്കോട്ടെ അല്ലെങ്കിൽ കായിക മേളകളിലെ വേദികളിലായിക്കോട്ടെ ആ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞൊരു വ്യക്തിയാണ്. കാര്യം തിരുവനന്തപുരത്തും എറണാകുളത്തും നടന്ന കായിക മേളയ്ക്കും ഒപ്പം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും റിപ്പോർട്ടറായിട്ട് ഈ പരിപാടി കവർ ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ആ പരിപാടിയുടെ ഭാഗമാക്കായിട്ടുണ്ട്. അതിന്റെ പാചകപ്പുരയിൽ നിന്ന് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. ഒരു നോർമൽ ഭക്ഷണമാണ്, പക്ഷെ നമ്മുടെ ചില മാധ്യമങ്ങളുടെ എഴുത്തുകൊണ്ടാണ് ഇതൊരു വലിയ സംഭവമായി മാറുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഭക്ഷണം കഴിക്കുന്നവർക്കെല്ലാം അസാധാരണ ഭക്ഷണമൊന്നും തോന്നുന്നില്ല. സാധാരണ ഒരു ഊണ് എന്താണോ അത് തന്നെയാണ് ഇദ്ദേഹം ഒരുക്കി നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ രുചിക്കൂട്ടായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാര്യം പലതരത്തിലുള്ള ഭക്ഷണ രുചികൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് രുചി കുറഞ്ഞിരുന്നാലും ഒരു കൂട്ടം ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണമായതുകൊണ്ട് അത് നമ്മൾ ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു രീതി എന്നുള്ള നിലയ്ക്ക് അതിനെയൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കാതെ കടന്നു പോകാനാണ് പതിവ്. പക്ഷേ ഇതിനെ വാഴ്ത്തിപ്പാടുന്നവരുടെ ഉള്ളിൽ മറ്റുദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അതൊരിക്കൽ തുറന്നു കാട്ടാൻ പറ്റി എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ്. അത് തിരിച്ചറിയാൻ പഴയിടം നമ്പൂതിരിക്കും കഴിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവ്നെസ് ആണ്. കാര്യം വിമർശനം ഈ നാട്ടിൽ എല്ലാ വിഷയത്തിലും ഉണ്ടാകും. അതിനെ പോസിറ്റീവായി തന്നെയാണ് കാണേണ്ടത്. അല്ലാതെ കലോത്സവ വേദിയിൽ നിന്ന് ഒരിക്കലും പഴയിടം മാറണമെന്നോ അദ്ദേഹം അതിന്റെ ടെൻഡർ നടപടികളിലൊന്നും പങ്കെടുക്കരുതെന്നോ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് അത് കോട്ട് ചെയ്യേണ്ട എത്ര രൂപയാണ് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടും. ഇത്തവണ അദ്ദേഹം കോട്ട് ചെയ്തു, അദ്ദേഹത്തിന് കിട്ടി. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ തനിക്ക് ശേഷം പ്രളയമാണെന്ന് ഒരു മേഖലയിൽ നിൽക്കുന്നവർ വിചാരിക്കാൻ പാടില്ല. കാര്യം വൈകാരികമായി അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ നിന്ന് താനില്ലെങ്കിൽ ഇതെല്ലാം താളം തെറ്റുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. അത് എന്റെ തോന്നലാണ്, അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ രണ്ടിടങ്ങളിൽ നിന്ന് അദ്ദേഹം ശക്തമായി പിന്മാറി നിന്നതിന് ശേഷം എവിടെയൊക്കെ ശാസ്ത്ര സാങ്കേതിക ഫെസ്റ്റിൽ നിന്നും ഒപ്പം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത് മനോഹരമായി നടന്നു. ആ നടന്നതാണ് അദ്ദേഹത്തെയും പുനർവിചിന്തനത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ആ പുനർവിചിന്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരികെ വരുമ്പോൾ അത് അദ്ദേഹത്തിന് കൂടി തന്നെയാണ് മൂല്യമുണ്ടാക്കുന്നത്. കാര്യം ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടം തനിക്കാണ്. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇത്രയും വലിയൊരു എക്സ്പോഷർ ഉണ്ടല്ലോ മാധ്യമങ്ങളിലൂടെ എല്ലാം, ആ പേര് ബ്രാൻഡ് ചെയ്തപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ ആനുകൂല്യം ഇല്ലാത്ത ഒരു വർഷം അദ്ദേഹത്തിന് മറ്റിടങ്ങളിൽ നിന്ന് ഏതൊരു വ്യക്തിയായിരുന്നാലും ആ ബ്രാൻഡ് നെയിം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് വിപണിയിൽ മറ്റു പല കാര്യങ്ങൾക്കും ഗുണകരമായിട്ട് മാറും. അതുകൊണ്ട് ഇത്തവണ കൂടി അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ ഈ പേര് ചിലപ്പോൾ അപ്രസക്തമായി പോയതിനെ അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒപ്പം കലോത്സവ വേദികളിൽ തന്റെ സാന്നിധ്യം കൂടി ആവശ്യമാണെന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതിയാണെങ്കിലും രണ്ടിനെയും അഭിനന്ദിക്കുകയാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ തനിക്ക് പകരക്കാരനില്ല എന്ന് ചിന്തിക്കുന്ന മൂഢത്വത്തിൽ നിന്ന് പോസിറ്റീവ് ചിന്തകളിലേക്ക് കടന്നു വരികയും വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ടുകൊണ്ട് അതിന് പോസിറ്റീവായി തന്നെ പ്രതികരിക്കാനുള്ള രീതികൾ അവലംബിക്കേണ്ടത് ആവശ്യമാണെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ.